നമസ്കാരം. പിരിഞ്ഞ് 2 വർഷമായിട്ടും 10 പൈസ ആനുകൂല്യമോ പെൻഷനോ ലഭിക്കാത്ത അസല് കമ്മ്യൂണിസ്റ്റായ ഒരു മുൻ KSRTC ജീവനക്കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് സർക്കാർ ബജറ്റ് സമ്മേളനത്തിനൊരുങ്ങുന്ന വാർത്ത വായിച്ചത്. കഴിക്കുന്ന വിവിധ ഇനം ഗുളികകൾ നിരത്തിവെച്ച ഒരു ചിത്രസഹിതം ആ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലെന്ന് വ്യാകുലപ്പെടുന്ന പോസ്റ്റാണ് കോഴിക്കോട്ടെ അറിയപ്പെടുന്ന നാടക പ്രവർത്തകനായ മുൻ KSRTC ജീവനക്കാരൻ FBയിൽ ഇട്ടത്. ഇതാണ് ഇന്ന് കേരളത്തിലെ പലരുടെയും അവസ്ഥ. ഉരല് ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന സാഹചര്യമാണ് അങ്ങ് തിരുവനന്തപുരത്ത് എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ചോരണ കൂരയിൽ അന്തിയുറങ്ങുന്ന അവസ്ഥയിലായ ധനമന്ത്രി ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ മറികടക്കുകയെന്ന ശ്രമകരമായ ദൗത്യമാണ്. ഫെബ്രുവരി 5-നാണ് ബജറ്റ്. സംസ്ഥാന സർക്കാർ വിവിധ ഇനങ്ങളിലായി വീട്ടാനുള്ള കുടിശ്ശിക മാത്രം നിലവിൽ 47,000 കോടി രൂപയ്ക്കടുത്തായി കഴിഞ്ഞു. ഇതിൽ 6,790 കോടി രൂപ ശമ്പള പെൻഷൻ കുടിശ്ശികയാണ്. 12,696 കോടി രൂപ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശിക. നെല്ല് സംഭരിച്ച വകയിൽ 673 കോടി രൂപ വീട്ടാനുണ്ട്. 3,600 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക. പദ്ധതി ചെലവുകൾക്കായി കരുതേണ്ടത് 19,000 കോടിയോളം രൂപ. കുടിശ്ശിക ഭാരം വീട്ടണമെന്നത് മാത്രമല്ല, സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്കായി തുക ഉറപ്പാക്കുക എന്ന വെല്ലുവിളി ബജറ്റിന് മുമ്പേ തന്നെ നേരിടേണ്ട സ്ഥിതിയിലാണ് ധനമന്ത്രി. കൊല്ലം പിറന്ന് ജനുവരിയിൽ തന്നെ 800 കോടി രൂപ കേരളം കടമെടുത്തിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസം കൂടി ബാക്കി നിൽക്കെ കേരളത്തിന് ഇനി കടമെടുക്കാൻ ആകെ ശേഷിക്കുന്നത് 1000 കോടിയോളം രൂപ മാത്രമാണ്. കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത കടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമായി പരിഗണിക്കുന്നത് തൽക്കാലം 1 വർഷത്തേക്ക് മാറ്റിവെക്കുകയാണെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ജനുവരി മുതൽ മാർച്ച് കൂടിയുള്ള നടപ്പ് പാദത്തിൽ 7,000 കോടി രൂപ കടമെടുക്കാനുള്ള വഴി തെളിഞ്ഞതിൽ വലിയ ഹാപ്പിയിലായിരുന്നു ബാലഗോപാലൻ. എന്നാൽ തുടർന്ന് മലക്കം മറിഞ്ഞ കേന്ദ്രം പരമാവധി 3,838 കോടി രൂപയെ കടമെടുക്കാനാകൂ എന്ന് വ്യക്തമാക്കിയതോടെ വെച്ചവെള്ളം വാങ്ങിവെക്കേണ്ടി വന്നു ബാലഗോപാലിന്. പുതുക്കിയ ഈ പരിധിയിൽ നിന്ന് 2,000 കോടി രൂപ മുൻകൂറായി തന്നെ കേരളം കടമെടുത്തിരുന്നു. 800 കോടി രൂപ ഈ മാസാദ്യവും എടുത്ത പശ്ചാത്തലത്തിലാണ് ഇനി 1,000 കോടി രൂപ മാത്രം ശേഷിക്കുന്നത്. ട്രഷറി നീക്കിയിരിപ്പിൽ നിന്ന് 4,000 കോടി രൂപ കടമെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനും കഴിഞ്ഞ ദിവസം കേന്ദ്രം തടയിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന GDPയുടെ 3% കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം കേരളത്തിന് നടപ്പ് വർഷം 32,400 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമായിരുന്നു. എന്നാൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത കടങ്ങൾ സർക്കാരിൻ്റെ തന്നെ കടമായി പരിഗണിച്ച് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു. ഇതേ നിലപാട് കേന്ദ്രം അടുത്ത സാമ്പത്തിക വർഷവും തുടരാനാണ് സാധ്യത. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ബജറ്റ് അവതരിപ്പിക്കേണ്ടത് എന്ന വെല്ലുവിളിയാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത്. ഈ വെല്ലുവിളികളെയൊക്കെ ആ സാധു എങ്ങനെ നേരിടുമെന്ന് കണ്ടു തന്നെ അറിയണം.